മറുപിള്ളയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മരുന്ന് ആകെ 2-3 തുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചില പച്ചിലകളുമായി ചേർത്ത് ചെവിയുടെ പുറകിൽ തേച്ച് പിടിപ്പിച്ചായിരുന്നു ഒടിവിദ്യ നടത്തിയിരുന്നത്. ശത്രുനാശം തന്നെയാണ് ഇതിലൂടെ പ്രധാനമായും ഒടിയൻ വിദ്യകളുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു. ഇഷ്ടരൂപം സ്വീകരിച്ച് ശത്രുക്കളെ വകവരുത്തുന്നതിൽ ഒടിവിദ്യ പ്രയോഗിക്കുന്നവർ നാട്ടിൽ പിന്നീട് ധാരാളം ഉണ്ടായി. ഒടിയൻ വേഷം മാറുന്നത് പ്രത്യേകമായി തയ്യാറാക്കിയ ഈ ദ്രാവകം ചെവിയുടെ പിന്നിൽ തേച്ച് പിടിപ്പിച്ച് ഒടിയൻ വേഷം മാറുന്നു. ശത്രുനാശത്തിന് ശേഷം കലിയടങ്ങാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒടിയൻ്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിച്ചാൽ മാത്രമേ ഒടിയന് സ്വരൂപത്തിലേക്ക് എത്തുന്നതിന് സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒടിയൻ്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിക്കാൻ കഴിയാതിരുന്നാൽ വീട്ടിലെ സ്ത്രീയെയും ഒടിയൻ കൊലപ്പെടുത്തുമായിരുന്നു എന്നാണ് വിശ്വാസം. ഒടിവിദ്യയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒടിയന് അസാധാരണമായ കാഴ്ചശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനായി നത്തിൻ്റെ തലയിൽ നിന്നും എടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മഷി അവർ കണ്ണിൽ പുരട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അവർക്ക് അസാധാരണമായ കാഴ്ചശക്തി നേടിക്കൊടുക്കുന്നു എന്നാണ് വിശ്വാസം. അസാധാരണ ശക്തിയും ഇവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്നു. ശത്രുനാശം തന്നെയാണ് ഈ വിദ്യയുടെ താഴ്ന്ന സമുദായക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അതിനായി ശത്രുവിനെ കാത്തിരുന്ന് രാത്രിയിൽ വേഷം മാറിയോ അദൃശ്യനായോ എത്തി ഒടിവിദ്യ പ്രയോഗിച്ച് ഇരയുടെ കഴുത്തൊടിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നയാൾക്ക് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയോ മൃതപ്രായനായി കാലങ്ങളോളം കിടന്ന് പിന്നീട് മരണപ്പെടുകയോ ആണ് ചെയ്യുക. പലരും വീട്ടുപടിക്കലോ സ്വന്തം പുരയിടത്തിലോ വെച്ചാണ് മരണപ്പെടാറോ ആക്രമിക്കപ്പെടാറോ ഉള്ളത് എന്നതും ഒടിയൻ്റെ പ്രത്യേകതയാണ്.